എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, കുറേ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കൊമേഴ്ഷ്യൽ കം അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്. ഗ്രൗണ്ട് ഫ്ലോർ കൊമേഴ്ഷ്യലാണ്, അതുപോലെ തന്നെ ഇൻസൈഡ് പാർക്കിംഗ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഒരു ഫ്ലോറിൽ 3 യൂണിറ്റ് വീതം, അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ടോട്ടൽ 6 യൂണിറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി വരുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ലെയർ മാട്രിക്സ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഡ്രോയിങ് ആണ്. ഇതൊന്ന് പ്ലാൻ ഇൻഫോ ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് ലെയർ മാറ്റി കൊടുക്കുന്നുണ്ട്. ആദ്യം മുതൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കെ സ്മാർട്ട് എന്ന് പറയുന്ന ലെയറിലേക്ക് മാറ്റി, ലൈൻ ടൈപ്പ്, ലൈൻ കളറ് എല്ലാം ബൈ ലെയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്ലാൻ ഇൻഫോ മാത്രമേ ലെയറിൽ കിടക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ എല്ലാ ലെയറും ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് പർജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഈ പ്ലാൻ ഇൻഫോ ഒക്കെ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഡ്രോയിങ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്ര ഏരിയ കൊമേഴ്ഷ്യൽ ഏരിയയാണ്. ബാക്കി ഇത് ഇൻസൈഡ് പാർക്കിംഗ് ആണ്. ഇവിടെ വരുന്ന ഈ ഒരു ഏരിയ ഒക്കെ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഒരു റാമ്പ് കാണിച്ചിട്ടുണ്ട്. സ്റ്റെയർ മുകളിലേക്ക് അപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ഏരിയയിലേക്ക് കയറുന്ന സ്റ്റെയർ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ടെറസ്, അതായത് തേർഡ് ഫ്ലോർ ആയിട്ട് നമ്മൾ കാണിക്കുന്ന ടെറസ് ഫ്ലോറിൽ ഓപ്പൺ ടെറസിൻ്റെ 50% നമ്മൾ 50%-ൽ കൂടുതൽ നമ്മൾ സോളാർ വാട്ടർ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. അത് ലെയറൊക്കെ വെച്ച് ചെയ്യേണ്ടത് സൈറ്റ് പ്ലാനകത്താണ്. അപ്പോൾ ഞാൻ എല്ലാ ബിൽട്ടപ്പ് ഏരിയ ലൈനും ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷനും കട്ടൗട്ടും എല്ലാ ലെയറും ഇതിൽ ഓൾറെഡി വരച്ചതിൻ്റെ ലൈൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ലെയർ മാച്ച് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് ലെയർ മാച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ ഏകദേശം 1.5 മണിക്കൂർ എടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. ലൈൻസും കൂടി വരയ്ക്കുമ്പോൾ അത് വീഡിയോ ലെങ്ത്ത് കൂടും എന്നുള്ളത് കൊണ്ടാണ് ലൈന് വരച്ച് കാണിക്കാത്തത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഞാൻ നമുക്ക് മാച്ച് ചെയ്യാനുള്ള ലെയറുകളൊന്ന് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ തന്നെ പ്ലാനുകൾ സെപ്പറേറ്റ് ഷീറ്റിൽ, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറൊക്കെ വേറെ വേറെ ഷീറ്റിലാണ്, സെക്ഷൻ വേറെ ഷീറ്റാണ്, എലിവേഷൻ വേറെ ഷീറ്റാണ്. അങ്ങനെയുള്ള കേസിലാണ് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമുക്കിപ്പോൾ എല്ലാ പ്ലാനുകളും ഒരു ഷീറ്റിനകത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ഓരോ പ്ലാൻ പ്രിൻ്റ്, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ പ്രിൻ്റ്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറിൻ്റെ പ്രിൻ്റ്, എലിവേഷൻ സെക്ഷൻസിൻ്റെ പ്രിൻ്റ്, ഇതൊക്കെ വെച്ചിട്ട് ഷീറ്റ് മാച്ച് ചെയ്ത് കൊടുക്കും. ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ലെയർ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്താൽ ഒരുവിധം നമ്മളുടെ PDF ഡ്രോയിങ്സ് ജനറേറ്റ് ചെയ്ത് വരുന്നതിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ പ്രിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സൈറ്റ് പ്ലാനിനകത്ത് വരേണ്ട ഒരു ലെയർ, നമ്മൾ സൈറ്റ് പ്ലാൻ പ്രിൻ്റ് എന്ന് പറയുന്ന ലെയർ ഈ ഒരു ഷീറ്റിനകത്ത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ PDF ഷീറ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നതിൽ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിക്കുന്നതാണ്, സ്ക്രൂട്ടിനിയൊക്കെ കൃത്യമായിട്ട് പാസ്സായി വന്നിട്ടുണ്ട്, പക്ഷേ PDF ഷീറ്റ് പ്രശ്നമാണ്, സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫ്ലോർ പ്ലാൻ പ്രിൻ്റ്, അതുപോലെ സൈറ്റ് പ്ലാൻ പ്രിൻ്റ്, സർവീസ് പ്ലാൻ പ്രിൻ്റ്, ഇതുപോലെ പ്രിൻ്റ് എന്ന് പറയുന്ന ലെയർ നമുക്ക് PDF ഷീറ്റ് കൃത്യമായിട്ട് ജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്തു എന്ന് കരുതിയിട്ട് അത് സ്ക്രൂട്ടിനി റിപ്പോർട്ടിനകത്ത് കാണിക്കില്ല കേട്ടോ. ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ലെയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് മാറുന്നത് ഒരു പരിധി വരെ തടയാൻ പറ്റും. PDF ഷീറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ മറ്റ് പല
കാരണങ്ങൾ കൊണ്ടും വരാം കേട്ടോ. അൺസപ്പോർട്ടഡ് ഒബ്ജക്ട്സ് ഒക്കെ കിടക്കുമ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ലെയർ മാച്ച് ചെയ്യുമ്പോൾ ഒരു ഷീറ്റിനകത്ത് വരേണ്ട ലെയർ മറ്റൊരു ഷീറ്റിനകത്തേക്ക് വരാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഈ ഒരു ഷീറ്റ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് വെറുതെ കളർ മാറ്റി കൊടുക്കാം. ഒരു റെഡ് കളർ ആക്കി കൊടുക്കാം. അവിടെ ഡയമെൻഷൻ മാത്രമേ ഈ കളർ മാറാതെ കിടക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഡയമെൻഷൻ്റെ ലൈന് ടെക്സ്റ്റൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഓരോന്ന് മാച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രോയിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ മാച്ച് ചെയ്യുന്നത് സൈറ്റ് പ്ലാൻ പ്രിൻ്റാണ്. കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് സർവീസ് പ്ലാൻ പ്രിൻ്റാണ്. അത് മാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആകെ ഒരു ബ്ലോക്കേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഈ ബ്ലോക്ക് 2 ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പലരും മാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാതെ മാറിപ്പോകുന്നതാണ്. അതൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ PDF ഷീറ്റ് വരുമ്പോൾ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിൻ്റെ പ്രിൻ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അടുത്ത നമ്മൾ ഫസ്റ്റ് ഫ്ലോർ പ്ലാന് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സെക്കൻഡ് ഫ്ലോറിൻ്റെ പ്ലാനും ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അടുത്തത് തേർഡ് ഫ്ലോർ ആയിട്ട് കാണിച്ചിട്ടുള്ള ടെറസ് ഫ്ലോർ, അതും ഒന്ന് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് എലിവേഷനാണ്. ബ്ലോക്ക് 1ൻ്റെ എലിവേഷൻ ഒന്ന് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത സെക്ഷനാണ്. ബ്ലോക്ക് 1ൻ്റെ സെക്ഷൻ. ഞാനിവിടെ 2 സെക്ഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഒരു ലെയർ കൊടുത്തു എന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ 2 ഷീറ്റിനകത്തൊക്കെ ചെയ്യുമ്പോൾ 2 സെപ്പറേറ്റ് ആക്കിയിട്ട് മാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇവിടെ മാച്ച് ആവാതെ നിൽക്കുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കളർ മാറ്റിയത് കൊണ്ട്. ഇത് കളർ മാറ്റാത്തതിൻ്റെ പ്രശ്നമല്ല കേട്ടോ. ഇതെങ്ങനെ മാച്ച് ചെയ്താലും ഇങ്ങനെ തന്നെ വരുള്ളൂ. അത് പ്രോപ്പർട്ടീസിൽ പോയിട്ട് മാറ്റേണ്ട കേസാണ്. ഇവിടെ എലിവേഷൻ്റെ ഒരു ഭാഗം കണ്ടോ മാച്ച് ആവാതെ നിൽക്കുന്ന. ഇതൊക്കെ നമ്മൾ മുഴുവനും വൈറ്റ് കളർ ആണെങ്കിൽ നമ്മൾ ആ മാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അറിയാൻ പോകുന്നില്ല ഇങ്ങനെ മാറി കിടക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ PDF ഷീറ്റ് ജനറേറ്റ് ആയി വരുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല അതിനകത്ത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാൻ ആ സെക്ഷൻ്റെ ലെയർ വെച്ചിട്ടൊന്ന് ഷീറ്റ് കംപ്ലീറ്റ് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ
യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഫ്ലോർ പ്ലാൻ, അതായത് ബിൽഡിംഗ് പ്ലാനിനകത്ത് കൊടുക്കുന്ന ലെയറൊക്കെ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി യൂട്ടിലിറ്റി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്, അതുപോലെ പെർക്കുലേഷൻ പിറ്റും നമ്മൾ ആ ലെയറിലേക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ഷീറ്റും കൂടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കാണ്. സെപ്റ്റിക് ടാങ്കിൻ്റെ ലെയർ ഞാൻ സോക്ക് പിറ്റ് അടക്കം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസൽ പിറ്റാണ്, അതൊന്ന് മാറ്റി കൊടുക്കുക. അടുത്ത് ഓപ്പൺ വെല്ലാണ്. ഓപ്പൺ വെൽ എക്സിസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡീറ്റെയിൽസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത് സോളാർ നമുക്ക് വരുന്നുണ്ട്. സോളാറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് വരുന്നുണ്ട്, അതും കൂടി ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഒഴിവാക്കി. ഇനി എക്സ്കാവേഷൻ ഡീറ്റെയിൽസ് ആണ്, അത് നമുക്ക് ഡ്രോയിങ്ങിനകത്ത് വരുന്നില്ല. അടുത്തത് പാർക്കിംഗ് പ്ലാനിൻ്റെ പ്രിൻ്റ് മാച്ച് ചെയ്ത് കൊടുക്കാനാണ്, അതും കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഒഴിവാക്കുക. ഇനി നമുക്ക് സൈറ്റ് പ്ലാനിനകത്ത് മാത്രം ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞത് PDF ഡ്രോയിങ്സ് ജനറേറ്റ് ചെയ്ത് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ PDF ഷീറ്റ് ഒരിക്കലും കൃത്യമായ രീതിയിൽ ജനറേറ്റ് ആയി വരില്ല. ഇതിനകത്ത് വരേണ്ട ഏതെങ്കിലും ഒരു ലെയറിനെ കൊണ്ടുപോയിട്ട് ഇവിടെ മാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് പ്ലസ് ഇത് രണ്ടും കൂടി ചേർന്ന് ഇങ്ങനെ ആയിരിക്കും ഷീറ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതൊരു കോർണറിലേക്ക് മാറി നിൽക്കും. ഈ ഒരു ഡീറ്റെയിൽസ് അടക്കം ഇങ്ങനെ ആയിരിക്കും ഷീറ്റ് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊടുത്താൽ പോലും അൺസപ്പോർട്ടഡ് ആയിട്ട് എന്തെങ്കിലും ഒബ്ജക്ട്സ് കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ നോർത്ത് സിമ്പിൾ ഇത് ബ്ലോക്കഡ് റെഫറൻസ് ആണെങ്കിൽ അവിടെ എറർ കാണിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്ക്രൂട്ടിനി റിപ്പോർട്ടിനകത്ത് വരില്ല, നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തത് നമ്മളുടെ പ്ലോട്ട് ബൗണ്ടറി മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. അതൊന്ന് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് ബിൽഡിംഗ് ഫുട് പ്രിൻ്റാണ്. ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് വരുന്നില്ല. ഫ്രണ്ട് യാർഡ്, റിയർ യാർഡ്, സൈഡ് യാർഡ് 1, സൈഡ് യാർഡ് 2. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് യാർഡ് നമ്മൾ ആദ്യം മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ റിയർ യാർഡ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത സൈഡ് യാർഡ് 2 ഞാൻ ആദ്യം മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സൈഡ് യാർഡ് 1 മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ മാച്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും കഴിഞ്ഞാൽ ആ ഒരു ലെയർ നമുക്ക് ഒഴിവാക്കാം. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന കവറേജ് ലൈനാണ്. കവറേജ് ലൈനൊക്കെ ഓൾറെഡി ഞാൻ വരച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1ൻ്റെ കവറേജ് ലൈന് നമ്മളുടെ സെയിം ഏരിയ തന്നെയാണ് വരുന്നത് കേട്ടോ. കവേർഡ് ഏരിയ ആയിട്ട് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സെയിം ഏരിയ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് താഴെ വേറെ തന്നെ ലൈൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ഇത് കഴിഞ്ഞാൽ കവറേജ് ഡിഡക്ഷനാണ്, നമുക്ക് വരുന്നില്ല. ഓപ്പൺ സ്റ്റെയർ വരുന്നില്ല. ഷെയ്ഡ്സ് ആൻഡ് ഓവർഹാങ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലോക്ക് 1ൻ്റെ. അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് സോളാർ അസിസ്റ്റഡ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് സിസ്റ്റം.
നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ടെറസിൽ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് സൈറ്റ് പ്ലാനിനകത്താണ്. ഞാനിവിടെ ലൈന് കാണിച്ചിട്ടുണ്ട്. ടെറസ് ഫ്ലോറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പൊസിഷൻ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് സൈറ്റ് പ്ലാനിനകത്ത് കൊടുക്കുക. ഇതിൻ്റെ ഓപ്പൺ ടെറസിൻ്റെ ഏരിയൻ്റെ 50% വേണ്ടത്. ഇനി അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്ക്സ് നമുക്ക് വരുന്നില്ല, റിക്രിയേഷൻ സ്പേസ് വരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഒഴിവാക്കാം. അടുത്തത് ബിൽഡിംഗ് ടു ബി ഡിമോളിഷ്ഡ്, ഡ്രെയിനേജ് ലൈന്, വാട്ടർ ലൈന്, ടെലി ലൈന്, ഇതൊന്നും നമുക്ക് വരുന്നില്ല കേട്ടോ. ഇനി പോഡിയത്തിൻ്റെ റൂളാണ് നമുക്ക് ആവശ്യമില്ല. ഗ്രൗണ്ട് ലെവലിന് താഴെ, അതായത് ബേസ്മെൻറ്റ് ഫ്ലോറിന് വേണ്ടി നമ്മൾ ഫുട് പ്രിൻ്റ് സെപ്പറേറ്റ് മാർക്ക് ചെയ്യാനുണ്ട്, യാർഡ്സ് മാർക്ക് ചെയ്യാനുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രൊപ്പോസ്ഡ് ആക്സസറി ബിൽഡിംഗ് നമുക്ക് വരുന്നില്ല. അടുത്തത് റോഡ് വൈഡനിങ്, സ്പ്ലേ മാർക്കിങ്, ഏരിയ ഓഫ് എക്സിസ്റ്റിംഗ് ആക്സസറി ബിൽഡിങ്, അർബൻ ഫോറസ്ട്രി, ഇതൊന്നും നമുക്കിതിന് വരുന്നില്ല. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യമെങ്കിൽ അർബൻ ഫോറസ്റ്റിൻ്റെ എറർ കാണിക്കുന്നുണ്ടോ നോക്കിയിട്ട്, കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് 1.5 മീറ്ററിൻ്റെ ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സൈറ്റ് പ്ലാനിനകത്ത്. അടുത്ത സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ഹസാർഡോസ് ഓക്യുപ്പൻസി, നമുക്കിതൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഈ ലെയർ ഫ്ലോർസ് ആക്സസിബിൾ ഇൻഡിപെൻഡൻ്റ്ലി, ഇതിൻ്റെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാം. അടുത്തത് റോഡ് മാർക്ക് ചെയ്യാനാണ്. നമുക്ക് മുൻവശത്തുകൂടി പോകുന്നത് നോട്ടിഫൈഡ് റോഡാണ്. നോട്ടിഫൈഡ് റോഡിൻ്റെ ലെയർ കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ടില്ല വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ബിൽഡിംഗ് ലൈൻ ഉണ്ട്. ബിൽഡിംഗ് ലൈന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ ബിൽഡിംഗ് ലൈനും ഇതുപോലെ തന്നെ സെയിം അതേ നോട്ടിഫൈഡ് റോഡിൻ്റെ ബിൽഡിംഗ് ലൈൻ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. മാറിയിട്ടില്ലേന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് അൺനോട്ടിഫൈഡ് റോഡാണ്. അൺനോട്ടിഫൈഡ് റോഡിൻ്റെ ലെയർ നമ്മൾ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിംഗ് ലൈനും കൂടി ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് സൈറ്റ് പ്ലാനിനകത്ത് നമ്മൾ ലീച്ച് പിറ്റ്, സെപ്റ്റിക് ടാങ്ക്, വേസ്റ്റ് പിറ്റ് ഇതൊക്കെ മാച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നമുക്കൊരു ഓപ്പൺ വെല്ല് വരുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. ഓപ്പൺ വെല്ലിൻ്റെ ലെയർ, എക്സിസ്റ്റിങ്ങിൻ്റെ ലെയർ എടുത്തിട്ട് കൃത്യമായി മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഈ ഓപ്പൺ വെല്ല് പെർക്കുലേഷൻ പിറ്റായിട്ട് കാണിക്കാൻ പറ്റും കേട്ടോ. കൃത്യമായ സെറ്റ് ബാക്കുകൾ ഉണ്ടെങ്കിൽ ഓപ്പൺ വെല്ലിനെ പെർക്കുലേഷൻ പിറ്റായിട്ട് കാണിക്കാൻ പറ്റും. അതിന് സെപ്പറേറ്റ് പെർക്കുലേഷൻ പിറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഓപ്പൺ വെല്ലിനെയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ തന്നെ ഒന്ന് കോപ്പി എടുത്ത് മാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ. തിരിച്ചിങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റിയാണ്. പ്രൊപ്പോസലാണ്. കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് സെപ്റ്റിക് ടാങ്ക്, ഇതുപോലെ തന്നെ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് പ്ലാന്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമുക്ക് ഈ ടെക്സ്റ്റ് തന്നെ കോപ്പി എടുത്താൽ മതി, രണ്ടും ഒരേ ലെയറാണ്. ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം സൈറ്റ് പ്ലാനിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഓൾറെഡി ഉണ്ട്, വേണമെങ്കിൽ ഈ രണ്ട് ലെയറും തമ്മിലൊന്ന് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇവിടെ 10,500 ലിറ്റർ കപ്പാസിറ്റി കാണിച്ചതിന് ശേഷം ഒന്ന് മൂവ് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ലെയർ ഒന്ന് ഈ ടാങ്കിന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ പെർക്കുലേഷൻ പിറ്റും നമ്മൾ കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഒഴിവാക്കാം. ഇനി റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് വാട്ടർ, അതുപോലെ സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. സൈറ്റ് പ്ലാനിനകത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ ലൈനും ബിൽഡിങ്ങും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഡയമെൻഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രിക്കൽ ലൈന്. അപ്പോൾ
നമ്മൾ ഇലക്ട്രിക്കൽ ലൈൻ ആദ്യം ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര വോൾട്ടേജ് ആണ് വരുന്നത് ടെക്സ്റ്റായിട്ട് നമ്മൾ കാണിക്കാനുണ്ട്. ഇവിടെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാണ്. 0.24 kV ആണ് വരുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഡയമെൻഷൻ കാണിച്ച കാര്യം ആദ്യം പറഞ്ഞിരുന്നു. ആ ഡയമെൻഷന് ഈ ഒരു ലെയറുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കട്ടോ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിവാക്കി. ഇനി സർവീസ് പ്ലാനകത്ത് LPG പൈപ്പ്ഡ് ഗ്യാസ് സിസ്റ്റം കാണിക്കാനുണ്ട്. നമുക്ക് അപ്പാർട്ട്മെൻറ്റ് വരുന്നത് കൊണ്ടാണ്. അത് ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1ൻ്റെ ലെയർ മാച്ച് ചെയ്തതിന് ശേഷം ബ്ലോക്ക് 1ൻ്റെ ലെയർ എടുത്ത് ഞാനിവിടെ കണ്ടു ഒരു റെക്റ്റാങ്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ മാറി വന്നിട്ടുണ്ട്. അതിലത്രേ ചെയ്യാനുള്ളൂ കേട്ടോ. അടുത്തത് പാർക്കിംഗ് പ്ലാനിൽ കാണിക്കാനുള്ള കാര്യങ്ങളാണ്. 5ാമത്തെ സ്റ്റെപ്പ് പാർക്കിംഗ് പ്ലാനാണ് കേട്ടോ. കാർ പാർക്കിംഗ് സ്ലോട്ട്സ് നമ്മൾ ഓരോന്നും മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 വീലർ പാർക്കിങ്ങിൻ്റെ ഏരിയ നമ്മൾ ഒരു പോളിഗൺ വരച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് നമുക്ക് വരുന്നില്ല കേട്ടോ. മെക്കാനിക്കൽ പാർക്കിംഗ് വരുന്നില്ല. പാർക്കിംഗ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. മെയിൻ എൻട്രൻസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാണിക്കാനുണ്ട്. ഞാൻ ഡയമെൻഷൻ കാണിച്ചിട്ടുണ്ട്. ആ ഡയമെൻഷൻ ഈ ഒരു ലെയറുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇലക്ട്രിക് ചാർജിങ് പോയിൻ്റ് അതും നമ്മളൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മാറി വന്നിട്ടുണ്ട്. ഇത്രയാണ് പാർക്കിംഗ് പ്ലാനിൽ നമുക്ക് കാണിക്കാനുള്ളത്. അത് കഴിഞ്ഞ് അത് ഒഴിവാക്കുക. അടുത്തത് ഫ്ലോർ പ്ലാൻസിൽ മാത്രം കാണിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. എസ്കലേറ്റർ വരുന്നില്ല. ലിഫ്റ്റിന് പകരം റാമ്പ് നമുക്ക് വരുന്നില്ല. ഫയർ സ്റ്റെയർ ആവശ്യമില്ല. മെസനൈൻ ഫ്ലോർ ഇല്ല. ലിഫ്റ്റ് ഇല്ല. ടിപ്പിക്കൽ ഫ്ലോർ വരുന്നില്ല. ഒക്യുപ്പൻസി കളർ കോഡ് നമുക്ക് ആകെ വരുന്നത് ഈ അപ്പാർട്ട്മെൻറ്റും അതുപോലെ 8. ഇത് നമുക്ക് നോക്കാനില്ല. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കളർ 2ഉം കൊമേഴ്ഷ്യലിൻ്റെ കളർ 8ഉം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഇതവിടെ കിടന്നോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഇത്രയും ചെയ്യാനുള്ളൂ കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഈ എക്സിസ്റ്റിങ്ങും റെഗുലറൈസേഷനും വരുന്നില്ല. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. ഇനി പ്രൊപ്പോസ്ഡ് ബിൽട്ടപ്പ് ഏരിയയിൽ തന്നെ നമുക്ക് -3, -2, -1 വരുന്നില്ല. ബ്ലോക്ക് 2 വരുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയാൽ നമുക്ക് ആവശ്യമുള്ള ലെയർ മാത്രം അവിടെ നിർത്തിയാൽ കുറേയൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല നമുക്ക് ശ്രദ്ധിക്കാതെ വരുന്ന മിസ്റ്റേക്കുകൾ, മറ്റ് ലെയറുകൾ അറിയാതെ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവായി കിട്ടും. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. മാറി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടോ. ഓക്കെ, അടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോർ ഏരിയ ഫുൾ ഡിഡക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഇൻസൈഡ് പാർക്കിംഗ് വരുന്നുണ്ട്. ഫുൾ ഡിഡക്ഷന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ മാച്ച് ചെയ്യുക.
ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ഇത്ര ഏരിയ ഫുൾ ഡിഡക്ഷനാണ്. ഇത്ര ഏരിയ കേട്ടോ, ഇത്ര ഏരിയ നമുക്ക് പാർക്കിംഗ് ആണ്. സ്റ്റെയർ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, സ്റ്റെയർ ഒഴിവാക്കിയാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടി ഹാഫ് ഡിഡക്ഷനാണ്, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈനാണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈന് കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. മാറി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിൽ അടുത്തത് ഫസ്റ്റ് ഫ്ലോറിലെ കട്ടൗട്ട്സ് ആണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കട്ടൗട്ട്സ് വരുന്നുണ്ട്, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കണം. 1, 2, അതുപോലെ സ്റ്റെയറിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കട്ടൗട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്, അത് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടി ഹാഫ് ഡിഡക്ഷൻ, ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഹാഫ് ഡിഡക്ഷൻ വരുന്നുണ്ട്, ആ ലെയർ ഒന്ന് എടുക്കുക. ഹാഫ് ഡിഡക്ഷനിൽ പോയിട്ട് തന്നെ ചെയ്യട്ടോ, ഫുൾ ഡിഡക്ഷൻ ചെയ്യരുത്. ഫസ്റ്റ് ഫ്ലോറിൽ വരാന്ത ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. കൃത്യമായിട്ടാണോ വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യട്ടോ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ സെക്കൻഡ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈന് വരയ്ക്കുക, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതും വരച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇത്ര ഏരിയയാണ് നമുക്ക് ബിൽട്ടപ്പ് ഏരിയ വരുന്നത് കേട്ടോ. അതിലും ഇതേപോലെ തന്നെ കട്ടൗട്ട്സ് വരുന്നുണ്ട്, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടി ഹാഫ് ഡിഡക്ഷൻ സെക്കൻഡ് ഫ്ലോറിലും വരുന്നുണ്ട്, അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാറി വന്നിട്ടുണ്ട്. അടുത്ത് ടെറസ് ഫ്ലോർ ആണ്, നമ്മൾ തേർഡ് ഫ്ലോറിൻ്റെ ലെയർ വെച്ചിട്ടാണ് ചെയ്യുക. ബിൽട്ടപ്പ് ഏരിയ ലൈനൊന്ന് വരച്ച് കൊടുക്കുക, മാറി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് തേർഡ് ഫ്ലോറിൻ്റെ കട്ടൗട്ടാണ്. കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇതിൽ കളർ കോഡ് കാണിക്കാനുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ബിൽട്ടപ്പ് ഏരിയ ലൈന്, ബിൽട്ടപ്പ് ഏരിയ ഡിഡക്ഷൻ ലൈൻസ്, ഇതൊക്കെ ഏത് ഒക്യുപ്പൻസിയാണ്, ഇത് കൊമേഴ്ഷ്യൽ ആണോ റെസിഡൻഷ്യൽ ആണോ എന്നുള്ളത് എങ്ങനെയാണ് സോഫ്റ്റ്വെയറിന് മനസ്സിലാവുക? അപ്പോൾ നമ്മളിവിടെ കളർ കോഡ്, അതാത് ഒക്യുപ്പൻസിക്ക് വേണ്ട കളർ കോഡ് കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ അതാത് ഒക്യുപ്പൻസി ആയിട്ട് റീഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈനും ഡിഡക്ഷൻ ലൈനും നമ്മൾ കൊമേഴ്ഷ്യലിൻ്റെ കളർ കോഡിലേക്ക് മാറ്റുന്നുണ്ട്. കൊമേഴ്ഷ്യലിൻ്റെ കളർ കോഡ് അറിയാലോ, കളർ 8 ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈന്, അതുപോലെ ഡിഡക്ഷൻ ലൈൻസ് ഇത് നമ്മൾ കളർ 2 ആക്കുന്നുണ്ട്. യെല്ലോ ആണ് കളർ 2 കേട്ടോ. നമ്മൾ യെല്ലോ സെലക്ട് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോർ നമ്മൾ ചെയ്യണം. സെക്കൻഡ് ഫ്ലോറിൻ്റെ ഭാഗമായിട്ടാണ് ടെറസിലെ സ്റ്റെയർ ക്യാബിൻ നമ്മൾ കാണാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യെല്ലോ കളറിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇവിടെ കളർ കോഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. A1-ൽ തന്നെ അപ്പാർട്ട്മെൻറ്റ്സ് കളർ 2 പറയുന്നുണ്ട്. F-ൽ കൊമേഴ്ഷ്യൽ കളർ 8 പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കിച്ചൺ യൂണിറ്റ് മാർക്ക് ചെയ്യുന്ന പറയുന്നുണ്ട്. ഇത് സിംഗിൾ ഓർ ഡുവൽ ഫാമിലി യൂണിറ്റ്സുകൾക്കാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പാർട്ട്മെൻറ്റ്സിന് കിച്ചൺ മാർക്ക് ചെയ്തൊരു ഡ്രോയിങ് ഈ അടുത്ത് എനിക്കൊരാൾ അയച്ചു തന്നിരുന്നു, റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്. വേറെ വിഷയങ്ങളുണ്ടായിരുന്നു അതിൽ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇവിടെ കണ്ടോ, പാർക്കിംഗ് ഏരിയ ഇൻസൈഡ് ദ ബിൽഡിംഗ്. നമ്മൾ ഇൻസൈഡ് പാർക്കിംഗ് ബേസ്മെൻറ്റ് ഫ്ലോറിലൊക്കെ, അതായത് സെല്ലാർ ഫ്ലോറിലോ ഇനി അതല്ല ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ തന്നെ ഒരു ഭാഗത്ത് നമ്മൾ പാർക്കിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ, അത് ആ ബിൽഡിങ്ങിനകത്താണെങ്കിൽ നമ്മൾ ഈ ഒരു ലെയർ വെച്ച് കാണിക്കാനുണ്ട്. നമുക്ക് ഇവിടെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടി ഡിഡക്ഷൻ ലൈൻ വരച്ചിട്ടുണ്ട്. അതേ ഏരിയ തന്നെയാണ് പാർക്കിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ അതിന് താഴെ വേറെ തന്നെ ഒരു ലൈനുണ്ട്. ആ ലൈനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിന് കളർ കോഡൊന്നും കൊടുക്കാനില്ല കേട്ടോ. അതുകൊണ്ടാണ് കളർ കോഡിൻ്റെ നേരെ താഴെ ഈ ഒരു ലെയർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെയാണ് കളർ കോഡ് കാണിച്ചിരുന്നത്. അതിൻ്റെ നേരെ താഴെ ഈ ഒരു ലെയർ ഉൾപ്പെടുത്താൻ കാരണം കളർ കോഡ് ഇതിന് ബാധകമല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആരും ഈ ഒരു ലൈന് വരച്ചിട്ട് ഇതിന് കളർ കോഡ് കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അടുത്തത് ജനറൽ സ്റ്റെയർ ആണ്. ഇതും നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജനറൽ സ്റ്റെയർ 1, 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ 2 അങ്ങോട്ട് ഒഴിവാക്കാം. ഇപ്പോൾ 1 മാത്രമേ ഉള്ളൂ. 1-ൽ തന്നെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 ഉണ്ടായിരിക്കും. അപ്പോൾ ബ്ലോക്ക് 2ഉം ഒഴിവാക്കണം. നേരത്തെ നമ്മൾ ഒഴിവാക്കിയ ജനറൽ സ്റ്റെയർ 2 ആണ്. ഇപ്പോൾ ഒഴിവാക്കുന്നത് ബ്ലോക്ക് 2 ആണ് കേട്ടോ. ഇനി നമുക്ക് വരുന്നത് 3rd ഫ്ലോർ വരെയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതും ഒഴിവാക്കുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ വരെയുള്ളതും ഒഴിവാക്കുന്നുണ്ട്. ഇത്രേ നമുക്കിതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ സ്റ്റെയർ ക്യാബിൻ ഒന്ന് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിതൊന്ന് കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്റ്റെയർ ക്യാബിൻ മാച്ച് ചെയ്തു. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലാൻഡിംഗ് ആണ്. ഇവിടെ 2 ലാൻഡിംഗ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് സ്റ്റെപ്സ് ആണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്റ്റെപ്സ്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നമ്മൾ സ്റ്റെയറിൻ്റെ റൈസർ കണക്കാക്കാൻ വേണ്ടി ഈ ഒരു 15 സെൻറ്റിമീറ്ററോ അതിൽ താഴെയാണോ ഹൈറ്റ്, ഇനി അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എറർ കാണിക്കും. അപ്പോൾ ഈ ഒരു ഹൈറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെയുള്ള ഹൈറ്റ് നമ്മളിവിടെ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ എൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും സ്ലാബ് തിക്നെസ് അടക്കമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം സ്റ്റെയറിനടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം അതാത് ഫ്ലോറിൻ്റെ ലെയറുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റെയർ ക്യാബിൻ ലെയറുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിലാണ് നമ്മൾ ഫസ്റ്റും സെക്കൻഡും ചെയ്യേണ്ടത്. ആദ്യം സ്റ്റെയർ ക്യാബിൻ ലെയർ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുക്കുക. അതിനുശേഷം ലാൻഡിങ്, 2 ലാൻഡിങ് വരുന്നുണ്ട്. 2 ലാൻഡിങ്ങും ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ സ്റ്റെപ്സ്, കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റ് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ലെയർ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ സെക്കൻഡ് ഫ്ലോറും സ്റ്റെയർ ക്യാബിൻ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക.
ലാൻഡിങ് മാച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്സ് ഒക്കെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ സ്റ്റെയർ ക്യാബിൻ്റെ ലെയറുമായിട്ട് ടെക്സ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കോപ്പി എടുത്തിട്ട് തന്നെ മാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് ടോയ്ലറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. നമുക്ക് ബിൽഡിംഗ് റൂളിനകത്ത് പറയുന്നുണ്ട് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ഒഴികെയുള്ള ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ സാനിറ്ററി കാൽക്കുലേഷൻസ് കാണേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണോ? അല്ല, കാരണം നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ഒഴികെയുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 129.68 m² ആണ് വരുന്നത്. കാരണം പാർക്കിംഗ് ഏരിയ മാത്രമേ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മൈനസ് ചെയ്തിട്ടുള്ളൂ ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 129.68 m² ഞാനിവിടെ സാനിറ്ററി കാൽക്കുലേഷന് വേണ്ടി ഒക്യുപ്പൻ്റ് ലോഡ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം ഞാൻ സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിനകത്ത് കാണിച്ചു തരാം കേട്ടോ, എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ഏരിയയ്ക്ക് കാണാൻ കാരണം എന്നുള്ളത്. നമ്മൾ ഈ 129 m² കണ്ടു കഴിഞ്ഞാൽ സ്ക്രൂട്ടനൈസ് പാസ്സാവില്ല, അതിൽ ഉറപ്പായിട്ടും എറർ കാണിക്കും, ടോയ്ലറ്റിൻ്റെ നമ്പേഴ്സ് കുറവാണെന്ന് കാണിക്കും. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ പാർക്കിംഗ് കാൽക്കുലേഷനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സാനിറ്ററി കാൽക്കുലേഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലോക്ക് 2 ഒക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒഴിവാക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ എറേഴ്സ് അവിടെ ഒഴിവായി കിട്ടും. പലരും ശ്രദ്ധിക്കാതെ ബ്ലോക്ക് 1 കൊണ്ടുപോയിട്ട് ബ്ലോക്ക് 2 ഒക്കെ മാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതലും എറേഴ്സൊക്കെ വരുന്നത് കേട്ടോ. ഇപ്പോൾ ബ്ലോക്ക് 2 ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ വരെയുള്ള ലെയർ നമുക്ക് ഒഴിവാക്കാം. മേലെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ടോയ്ലറ്റ്സ് നമുക്ക് മാച്ച് ചെയ്ത് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അവിടെ നിർത്തുക. അതിനുശേഷം ഇതിൽ തന്നെ നമുക്ക് ബാത്ത്, അതുപോലെ ബാത്ത് വിത്ത് WC ഇത് വരുന്നില്ല കേട്ടോ. ഓക്കെ, ഈ ബ്ലോക്ക് 1ൻ്റെ ഫ്ലോർ 0 വാട്ടർ ക്ലോസറ്റാണ് ആദ്യം വരുന്നത്. അത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ വാട്ടർ ക്ലോസറ്റ് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ ലേഡീസിൻ്റെ വാട്ടർ ക്ലോസറ്റ് ഇവിടെ കൃത്യമായിട്ട് കളർ കോഡ് പറയുന്നുണ്ട്. 2 ആണ് യൂസ് ചെയ്യേണ്ടത് ഫീമെയിൽസിന്. അപ്പോൾ ആ കളർ കോഡ് ഫീമെയിൽ വാട്ടർ ക്ലോസറ്റിൻ്റെ കളർ കോഡ് 2 ആക്കി കൊടുക്കുക. യെല്ലോ കളറാണ് 2 വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് യൂറിനൽസ് ആണ്. യൂറിനൽസ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് വരുന്നത്. യൂറിനൽസ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ വാഷ് ബേസിനും ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ടെക്സ്റ്റും കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ് ആണ്. അതും ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ടോയ്ലറ്റിനൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. അടുത്തത് എക്സിറ്റ് വിഡ്ത്ത്. ഇതിൽ ഡോർ എക്സിറ്റ് വിഡ്ത്താണ് ആദ്യം കാണിക്കേണ്ടത്. ഇതിൽ ഞാൻ ആവശ്യമില്ലാത്ത ലെയറുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇത്ര ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഡോർ എക്സിറ്റ് വിഡ്ത്ത് കാണിക്കേണ്ടതൊക്കെ ഡയമെൻഷൻ ആയിട്ടാണ്. ഞാൻ ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിച്ചിട്ടുള്ള ഡയമെൻഷൻസിനൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ,
ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ എക്സിറ്റ് എടുത്ത് ഡോർ എക്സിറ്റ് എടുത്താണ് കാണിക്കേണ്ടത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളിവിടെ കൃത്യമായിട്ട് ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. കേസ്മാർട്ടിൻ്റെ ഡയമെൻഷൻ സ്റ്റൈൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിൻ്റെ ഡോർ എക്സിറ്റ് എടുത്ത് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത് തേർഡ് ഫ്ലോർ, അതായത് ടെറസ് ഫ്ലോറാണ്. അതിൽ ഡോർ എക്സിറ്റ് എടുത്തൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് വരുന്നത് എക്സിറ്റ് എടുത്ത് സ്റ്റെയർ ആണ്. അതും നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റെയർ എക്സിറ്റ് എടുത്തൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോർ ചെയ്യാം, സെക്കൻഡ് ഫ്ലോർ മാച്ച് ചെയ്ത് കൊടുക്കുക, തേർഡ് ഫ്ലോർ മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സിറ്റ് എടുത്ത് കഴിഞ്ഞു. പാസേജസ് നമുക്ക് ഇതുപോലത്തെ പാസേജസ് വരുന്നില്ല. അടുത്ത് റാംപ്സ് ഫോർ ഡിസേബിൾഡ്, ഇത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. റാമ്പ് 1, ബ്ലോക്ക് 1ൻ്റെ റാമ്പ് 1 കോപ്പി ചെയ്യാം. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനിനകത്തൊന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടൊന്ന് ചെറുതാക്കുക. ഓൾറെഡി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് സ്ലോപ്പ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റാമ്പിന് ഈ ഒരു ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ടെക്സ്റ്റിനും അതിനോട് കൂടി തന്നെ മാച്ച് ചെയ്യട്ടെ. പലരും ഈ റാമ്പിന് മാത്രം ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ, ടെക്സ്റ്റിന് മാച്ച് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇൻ ബിൽഡിംഗ് സൊല്യൂഷൻസ്. നമുക്ക് ആ ഒരു ലെയർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒന്ന് കാണിക്കാം, മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇനി വരുന്നത് മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത ലെയർ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഓക്കെ, ഇത്രേ വരുന്നുള്ളൂ കേട്ടോ. ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ടി വരിക ഈ ഒരു ദൂരമാണ്. അതുപോലെ ഫസ്റ്റ് ഫ്ലോർ മാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ കേട്ടോ. 30 മീറ്ററിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ 30 മീറ്ററിൽ കുറവ് കിട്ടുന്ന രീതിയിൽ സ്റ്റെയർ ഡിസൈൻ ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു സ്റ്റെയറിനെയും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. പലരും ഇത് ഈ വാളിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വാളിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെ ആലോചിച്ചിട്ട്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലും ഇതുപോലെ തന്നെ മാച്ച് ചെയ്ത് കൊടുക്കുക. തേർഡ് ഫ്ലോറിലും നമ്മൾ മാക്സിമം സഞ്ചരിക്കേണ്ടി വരുന്ന ദൂരം ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റെയറിലേക്കാണ് കാണിക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ ലെയർ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തത് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് ആണ്. ഇതും ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിലും അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, വന്നിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് ഫ്ലോറിലും ഇതുപോലെ ഫുട് പ്രിൻ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. വന്നിട്ടുണ്ട്. തേർഡ് ഫ്ലോറിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതും കൂടി ഒഴിവാക്കാം. അപ്പോൾ അടുത്തത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. യൂണിറ്റ് FA മാത്രമേ നമുക്കിപ്പോൾ ഇതിൽ കാണിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അത് ഒഴിവാക്കുക. നിങ്ങളുടെ യൂണിറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ്
ബാക്കി റിക്രിയേഷൻ സ്പേസോ കാര്യങ്ങളോ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കട്ടോ. ഇവിടെ നമുക്ക് 6 യൂണിറ്റേ വരുന്നുള്ളൂ, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും മാത്രമേ നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ലെയർ മാത്രം അവിടെ നിർത്തി ബാക്കിയൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ ബ്ലോക്ക് 2 ഒഴിവാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് യൂണിറ്റ് എഫ് ഡിഡക്ഷൻ ഒന്നും വരുന്നില്ല, ബാൽക്കണി സിറ്റ് ഔട്ട് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ഒഴിവാക്കുന്നുണ്ട്. ഈ ഒരു ലെയർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫ്ലോർ 1ൻ്റെയും ഫ്ലോർ 2ൻ്റെയും യൂണിറ്റ് എഫ് ലെയർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിൽ യൂണിറ്റ് എഫ് 1 മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഫ്ലോർ 1ൻ്റെ യൂണിറ്റ് എഫ് 2 മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത ഫ്ലോർ 1ൻ്റെ യൂണിറ്റ് എഫ് 3 മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൃത്യമായിട്ട് വന്നിട്ടില്ലേന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഒഴിവാക്കുക. നമുക്ക് ഇനി ആവശ്യമുള്ളത് ഫ്ലോർ 2ൻ്റെ യൂണിറ്റ് എഫ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 3 യൂണിറ്റാണ് ഫ്ലോർ 2ലും വരുന്നത്. പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ യൂണിറ്റ് എഫ് 1, 2, 3 എന്ന് മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ ഒരിക്കലും 1, 2, 3 മാച്ച് ചെയ്യരുത്. 4, 5, 6 ആണ് മാച്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫ്ലോറിൽ എത്രയാണോ സ്റ്റോപ്പ് ചെയ്തത് അതിൻ്റെ ബാക്കി നമ്പറായിട്ട് വേണം സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനൊരു എളുപ്പവഴിയുണ്ട്. നമ്മൾ ലെയർ പ്രോപ്പർട്ടീസിൽ പോവുക. ബ്ലോക്ക് 1ൻ്റെ ഫ്ലോർ 2 എടുക്കുക. ബ്ലോക്ക് 1 ഫ്ലോർ 2ൽ കണ്ടോ യൂണിറ്റ് എഫ് 1, 2, 3 കിടക്കുന്നുണ്ട്. അതിൽ 1 എന്നുള്ളത് 4 ആക്കുക, 2 എന്നുള്ളത് 5 ആക്കുക, 3 എന്നുള്ളത് 6 കൊടുക്കുക. ഇനി അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെയർ നെയിം മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. കണ്ടോ, ബ്ലോക്ക് 1 ഫ്ലോർ 2 യൂണിറ്റ് എഫ് 4, 5, 6. ഇത് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ ലെയർ മാച്ച് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് എഫ് 4 മാച്ച് ചെയ്തു, 5 മാച്ച് ചെയ്തു, 6 മാച്ച് ചെയ്തു. ഇങ്ങനെ മാച്ച് ചെയ്താൽ നമ്മളുടെ 6 യൂണിറ്റും കൃത്യമായി 6 എന്ന് അവിടെ കാണിക്കുള്ളൂ കേട്ടോ. 6 നമ്പേഴ്സായിട്ട് അവിടെ കാണിക്കുള്ളൂ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പെഷ്യൽ പ്രൊവിഷൻസും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് സെക്ഷനിൽ കാണിക്കാനുള്ള ലെവൽസ്, അതുപോലെ ഇലക്ട്രിക്കൽ ലൈനിൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലോക്ക് 1ൻ്റെ ഗ്രൗണ്ട് ലെവൽ മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബ്ലോക്ക് 1ൻ്റെ റൂഫ് ലെവൽ. സ്റ്റെയർ ക്യാബിൻ മാത്രമാണ് ടെറസിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും റൂഫ് ലെവൽ ഇവിടെ ടെറസിൻ്റെ റൂഫ് ലെവൽ ഇവിടെ സ്റ്റെയർ ക്യാബിൻ്റെ ടോപ്പിലേക്ക് കാണിക്കരുത്. സ്റ്റെയർ ക്യാബിൻ്റെ ഹൈറ്റ് ബിൽഡിംഗ് ഹൈറ്റിൽ ഉൾപ്പെടുമല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവലും റൂഫ് ലെവലും കാണിച്ചു. ഇനി വെർട്ടിക്കൽ ക്ലിയറൻസ് കാണിക്കാൻ നമ്മൾ ഡയമെൻഷൻ സെക്ഷനിൽ ഇലക്ട്രിക്കൽ ലൈനും ബിൽഡിങ്ങും തമ്മിലുള്ള ബിൽഡിംഗ് ഹൈറ്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഡയമെൻഷൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ലൈൻ ഇവിടെയാണ് വരുന്നത്. നമ്മൾ വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഈ ടെക്സ്റ്റിനെ ഒന്ന് ഗ്രീൻ കളറാക്കുക. ഈ ഒരു ലൈനും ഗ്രീൻ കളറാക്കിയിട്ട് കാണിക്കുക. ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കാണിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഫ്ലോർ പ്ലാനിൽ ഫ്ലോർ ലെവലും സീലിംഗ് ലെവലും ഒന്ന് എങ്ങനെയാണ് മാച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഞാൻ ബ്ലോക്ക് 2 ഒക്കെ ഒഴിവാക്കുന്നുണ്ട്. ആദ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോർ ലെവൽ 1 ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ 1 മാച്ച് ചെയ്ത് കൊടുക്കാം.
ഇത് ലൈൻ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്, പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കരുത് കേട്ടോ. അടുത്തത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ 1 മാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സീലിംഗ് ലെവൽ 1 അതൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഫ്ലോർ ലെവൽ 1 ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. സീലിംഗ് ലെവൽ 1 ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെയർ ക്യാബിൻ്റെ ടെറസ് ഫ്ലോറിൽ സ്റ്റെയർ ക്യാബിൻ 3rd ഫ്ലോർ ആയിട്ട് കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ ഫ്ലോർ ലെവൽ 1ഉം സീലിംഗ് ലെവലും മാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ കളർ കോഡ്, ഈ പറഞ്ഞ ഹൈറ്റിന് കളർ കോഡ് ഉണ്ട്. ഇവിടെയും ഓരോ ഓക്യുപ്പൻസിക്ക് അനുസരിച്ച് ഹൈറ്റ് വ്യത്യാസപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഏത് ടൈപ്പ് ഓക്യുപ്പൻസി ആണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഫ്ലോർ ലെവൽ സീലിംഗ് ലെവലിന് കളർ കോഡ് യൂസ് ചെയ്യാനുണ്ട്. അപ്പാർട്ട്മെൻറ്റ്സിന് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള കളർ കോഡ് തന്നെയാണ്, അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. കൊമേഴ്ഷ്യലിന് വരുന്നത് 2 എന്ന് പറഞ്ഞ കളർ കോഡാണ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് കൊമേഴ്ഷ്യൽ വരുന്നത്. ആ കൊമേഴ്ഷ്യലിൻ്റെ സീലിംഗ് ലെവലും ഫ്ലോർ ലെവലും സെലക്ട് ചെയ്ത് യെല്ലോ കളറിലേക്ക് മാറ്റി കൊടുക്കുക. കളർ കോഡ് 2 യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറാണ് പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ കണ്ടോ, ഈ ഒരു ലൈന് സീലിംഗ് ലെവൽ കാണിക്കാം, ബീം ബോട്ടത്തിലേക്ക് ഒരു ലൈന് കാണിച്ചിട്ടുണ്ട്, ഫ്ലോർ ലെവൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു ലെവലിന് നമ്മളുടെ ലെയർ മാട്രിക്സിനകത്ത് ഇവിടെ കണ്ടോ ഇൻഡെക്സ് കളർ 4 പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിനകത്താണ് നമ്മളുടെ പാർക്കിംഗ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഗ്രൗണ്ട് ഫ്ലോറിൽ സീലിംഗ് ലെവൽ 1ഉം ഫ്ലോർ ലെവൽ 1ഉം കൊടുത്തിട്ടുണ്ട്. പാർക്കിങ്ങിന് വേണ്ടി വേറെ തന്നെ ലെവൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോർ ലെവൽ 2 അതുപോലെ സീലിംഗ് ലെവൽ 2 ആണ് ചെയ്യേണ്ടത്. അതിന് കളർ കോഡ് ഇവിടെ കാണിച്ചതുപോലെ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം സീലിംഗ് ലെവൽ 2 ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലോർ ലെവൽ 2 ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ലൈൻസ് ഒന്ന് സെലക്ട് ചെയ്ത് കളർ കോഡ് 4 ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഞാൻ സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ 4 ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് ഡ്രോയിങ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സ്ക്രൂട്ടിനി റിപ്പോർട്ടൊക്കെ ഒന്ന് നോക്കാം. യൂണിറ്റിൻ്റെ നമ്പേഴ്സ് കറക്റ്റ് 6 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ ഏരിയയും കൂടി ഒന്ന് നോക്കാം. (993.93 m² ഓരോ ഫ്ലോറിൻ്റെ ഏരിയ വന്നിട്ടുള്ളതും കറക്റ്റാണ്. അതുപോലെ ഫ്ലോർ ഏരിയ വന്നിട്ടുള്ളത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോയ്ലറ്റ്സിൻ്റെ എണ്ണം കണക്കാക്കുമ്പോൾ എനിക്കിവിടെ ശരിക്കും ബിൽട്ടപ്പ് ഏരിയ വന്നിട്ടുള്ളത് 395.43 m² ആണ് കൊമേഴ്ഷ്യൽ ഏരിയൻ്റെ ബിൽട്ടപ്പ് ഏരിയ വരുന്നത്. അതിൽ തന്നെ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 129 m² ആണ് ആകെ വരുന്നത്. അപ്പോൾ 129 m²ൻ്റെ ഓക്യുപ്പൻ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 129.68 ഹരിക്കണം 5.9 ആണ് നമ്മളുടെ ഓക്യുപ്പൻ ലോഡ് കാണാനുള്ള കാൽക്കുലേഷൻ. ആകെ വരുന്നത് 22% ആണ് ആകെ നമുക്ക് സാനിറ്ററി കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ 22 ഹരിക്കണം 3 ആണ് ടോട്ടൽ ലേഡീസിൻ്റെ എണ്ണം. അതായത് 7 ലേഡീസും 14.66 15 ജെൻസാണ് വരിക. ഇതിനെ
25 ജെൻസിനാണ് ഒരു ടോയ്ലറ്റ് വേണ്ടത്. ഡിവൈഡ് ചെയ്താൽ 0.58 ആണ്. അത് നമ്മൾ 1 ആയിട്ട് കാണിക്കണം. അപ്പോൾ ഒരു ടോയ്ലറ്റാണ് നമ്മൾ നോർമലി ചെയ്തിരുന്ന കേസ്മാർട്ട് വരുന്നതിന് മുമ്പൊക്കെ കണക്കാക്കിയിരുന്നത് ഒരു ടോയ്ലറ്റ്. ഇപ്പോൾ ഇവിടെ 8 ലേഡീസാണെന്ന് പറഞ്ഞു. 8 ഹരിക്കണം 15 അവർക്കും ഒരു ടോയ്ലറ്റ്. ജെൻസിന് എത്രയാണോ ടോയ്ലറ്റ് കണ്ട അതേ നമ്പർ യൂറിനൽസാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടോയ്ലറ്റ് ജെൻസിന്, ഒരു ടോയ്ലറ്റ് ലേഡീസിന്, ഒരു യൂറിനൽസ് ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസ്മാർട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്, ശരിയായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസിന് എത്ര ടോയ്ലറ്റാണ് വേണ്ടത് അതിനനുസരിച്ചല്ല നമ്മൾ, അതായത് ജെൻസിൻ്റെ എണ്ണത്തിനനുസരിച്ചല്ല യൂറിനൽസ് കാണേണ്ടത്. യൂറിനൽസ് കാണേണ്ടത് ടോട്ടൽ ഒക്യുപ്പൻ്റ് ലോഡിനെ തന്നെയാണ് 25 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അത് 1.1 വന്നാൽ പോലും നമ്മൾ 2 ആയിട്ട് കാണിക്കേണ്ടി വരും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്കിവിടെ പാർക്കിംഗ് ഏരിയ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ വന്നത് കണ്ടോ? ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ വന്നത് 206.7 m² അപ്പാർട്ട്മെൻറ്റ്സിനും 59.06 m² കൊമേഴ്ഷ്യലിനും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ശരിക്കും നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 395.43 മൈനസ് കൊമേഴ്ഷ്യലിന് വന്നിട്ടുള്ള പാർക്കിംഗ് ഏരിയ 59.06 ഇത്രയും മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 336.37 m²നെയാണ് നമ്മൾ 5.9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ടോട്ടൽ 58 ആയിട്ട് എടുക്കാം. 58 പേഴ്സൺസ്, 58 ഹരിക്കണം 3, അതായത് 19 ലേഡീസ് വരുന്നുണ്ട്. 20 ആയിട്ട് എടുക്കാം. ഇൻറ്റു 2, 38 ജെൻസ്, 38 ഹരിക്കണം 25, 1.54, അതായത് 2 ജെൻസ് ടോയ്ലറ്റ് കൊടുക്കണം. ഇനി ആദ്യം കണ്ട 19.33 ഹരിക്കണം 15, 1.28, അവിടെ നമ്മൾ ലേഡീസിന് 2 ടോയ്ലറ്റ് കൊടുക്കണം. ഇനി ടോട്ടൽ ഒക്യുപ്പൻ്റ് ലോഡ് നമ്മളിപ്പോൾ കണ്ടത് 57 ആണ്. 57 ഹരിക്കണം 25 ആണ് യൂറിനൽസിൻ്റെ എണ്ണം, അതായത് 3 യൂറിനൽസ് എങ്കിലും കൊടുക്കണം. ഇതാണ് ശരിയായ കാൽക്കുലേഷൻ. അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ സങ്കേതം വഴിയൊക്കെ കൊടുത്തിരുന്ന സമയത്ത് ചെയ്തിരുന്ന പോലെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസൈഡ് പാർക്കിംഗ് ഒക്കെ വരുന്ന ഏരിയ നോക്കിയിട്ട് ഇതിനനുസരിച്ചൊരു കാൽക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഡ്രോയിങ്ങിൽ കൃത്യമായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കാണിക്കുക കേട്ടോ. ഈ രീതിയിൽ പാർക്കിംഗ് ഏരിയ ഒക്കെ നമുക്ക് കാൽക്കുലേഷൻസ് കൃത്യമായിട്ട് ഡ്രോയിങ്ങിൽ കാണിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഉറപ്പ് വരുത്തുക. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.